ഒമാനിലെ രാമക്കൽമേട്ടിലേക്ക് ഒരു യാത്ര പോയാലോ? ഒമാനിൽ രാമക്കൽമേടോ എന്ന് സംശയമൊന്നും വേണ്ട. അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഒമാനിൽ. മസ്കറ്റിൽ നിന്നും ഏകദേശം 40 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. അതെ, സാൽ വില്ലേജിലുള്ള 1000 മീറ്ററിൽ അധികം ഉയരമുള്ള ഒരു മലയാണിത്. നോർമലി വിന്ററിലാണ് ആളുകൾ ഇവിടെ എത്തിച്ചേരാൻ ഇഷ്ടപ്പെടുന്നത്. അതിരാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. അത്ര വലിയ അഡ്വഞ്ചർ ഒന്നും അല്ലെങ്കിലും ഏകദേശം 650ഓളം വരുന്ന പടികൾ കയറുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. റെഗുലർ എക്സസൈസ് ചെയ്യാൻ കഴിയാത്തവർ വല്ലപ്പോഴും ഈ മല കയറുന്നത് ഹൃദയാരോഗ്യം സംരക്ഷിക്കപ്പെടാൻ സഹായിക്കുന്ന ഒന്നാണ്. ഞങ്ങൾ അതിരാവിലെ ആയിരുന്നു പോയത്. അതിനാൽ തന്നെ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ ചെറുതായി ഒന്ന് വട്ടം ചുറ്റിച്ചു. സാൽ സ്റ്റെപ്സ് എന്ന് അടിച്ചു കൊടുത്താൽ ഗൂഗിളുമായി നമ്മളെ എത്തിക്കുന്നത് മലയുടെ നേരെ അടിവശത്തായിരിക്കും. അവിടെ നിന്നും മലയുടെ മറുവശത്ത് കൂടിയാണ് മുകളിലേക്ക് കയറേണ്ടത്. അതിനാൽ ഗൂഗിൾ മാപ്പിൽ സാൽ സ്റ്റെപ്സ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നോ ഫാൻജ സ്റ്റെയർ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആയിരിക്കും. മെയിൻ റോഡിൽ സൈൻ ബോർഡുകളൊന്നും ഉണ്ടാവില്ല. മെയിൻ റോഡിൽ നിന്നും 1.5 കിലോമീറ്ററോളം ചരൽ റോഡിൽ കൂടെ വേണം മലകയറ്റം തുടങ്ങുന്നിടത്ത് എത്താൻ. കുറേ ദൂരം മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കുത്തനെയുള്ള സ്റ്റെപ്സ് ആണ്. ഏകദേശം 650ഓളം സ്റ്റെപ്സ് ഉണ്ട്. ഞങ്ങൾ ഇരുന്നും കിടന്നും വലിഞ്ഞും ഒക്കെയായി മലമുകളിലെത്തി. അതിമനോഹരമാണ് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. മലമുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ടവർ ആണ് മലയുടെ പീക്ക് പോയിന്റ്. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ അങ്ങ് താഴെ ഗ്രാമങ്ങളും ദൂരെയായി പട്ടണ പ്രദേശങ്ങളും കാണാം. എപ്പോഴും വീശിയടിക്കുന്ന കാറ്റ് സുഖകരമായ ഒന്നാണ്. അതിമനോഹരമായ പ്രഭാത കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ മടങ്ങി. തിരിച്ചിറങ്ങിയപ്പോഴായിരുന്നു യഥാർത്ഥ പ്രശ്നം. കാലുകളിൽ ചെറുതായി വേദന ഉണ്ടാവുകയും വിറയൽ അനുഭവപ്പെടുകയും ചെയ്തു. ആവശ്യത്തിന് വിശ്രമിച്ച് മാത്രം മുകളിലേക്കും താഴേക്കും യാത്ര ചെയ്യുക. പോകുമ്പോൾ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും മരുന്നും കയ്യിൽ കരുതുക. ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ ഈ മലകയറ്റം ഒഴിവാക്കുക. ഇത്രയും ബുദ്ധിമുട്ട് ഇവിടെ പോകാൻ വട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട്, ഇങ്ങനെയുള്ള ചെറിയ വട്ടുള്ളത് കൊണ്ടാണല്ലോ നമ്മളെ മനുഷ്യർ എന്ന് വിളിക്കുന്നത്.